കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കഥകളിലോ പുരാണങ്ങളിലോ മാത്രം കേട്ടറിവുള്ള ഒരു ജീവിയുടെ കഥയായാലോ? കഥയുടെ പേര് കൊഡാമ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ഒരു കാട്ടിൽ ധാരാളം പഴങ്ങളുള്ള ഒരു മുത്തശ്ശി മരമുണ്ടായിരുന്നു. കുറേയേറെ പക്ഷികളും അണ്ണാന്മാരും കുരങ്ങന്മാരുമൊക്കെ അതിലെ താമസക്കാരായിരുന്നു. ഒരു ദിവസം കോടാലിയുമായി ഒരാൾ മരച്ചുവട്ടിലെത്തി. അയാൾ മരം വെട്ടാൻ തുടങ്ങി. പക്ഷികളും കുരങ്ങന്മാരും അണ്ണാന്മാരുമൊക്കെ പേടിച്ച് ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് അയാളുടെ കോടാലി ആകാശത്തേക്ക് പറന്നുയർന്നു. അയാൾ പിന്നാലെ ഓടി. പക്ഷേ കോടാലി ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. പേടിച്ചു പോയ അയാൾ മരം വെട്ടാതെ ജീവനും കൊണ്ടോടി. ജപ്പാനിലെ ഷിൻഡോ മതവിശ്വാസികൾക്കിടയിലുള്ള കഥയാണിത്. അവരുടെ വിശ്വാസമനുസരിച്ച് മരങ്ങളെ സംരക്ഷിക്കുന്ന കളിപ്പാട്ടം പോലെ തോന്നുന്ന കൊച്ചു ജീവിയാണ് കൊഡാമ. ശരിക്കും ഇത് വൃക്ഷത്തിൻ്റെ ആത്മാവ് ആണത്രേ. മരത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ ഇവർ വെറുതെ വിടില്ല. ജപ്പാനീസ് നാടോടിക്കഥകളിലും കൊഡാമയുണ്ട്. കൂട്ടുകാർക്ക് കൊഡാമയുടെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.